അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബിദായത്തുൽ ഹിദായ ക്ലാസ് 4 കിതാബിൻ്റെ ആമുഖം ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നതാണ്. തുടങ്ങുന്നു ക്ലാസ്സിൽ ജോയിൻ ചെയ്ത എല്ലാവർക്കും സന്തോഷങ്ങൾ അറിയിക്കുകയാണ്. ഇതുവരെ ക്ലാസ്സുകൾ കേട്ട എല്ലാവർക്കും അല്ലാഹു ഖൈർ നൽകട്ടെ. നിങ്ങൾക്ക് പഠിക്കാനുള്ള എല്ലാ അവസരങ്ങളും നമ്മൾ തുറന്നു തന്നിട്ടുണ്ട്. എല്ലാ സംശയങ്ങളും ചോദിക്കാം, വേണ്ട സഹായങ്ങൾ ചെയ്യാൻ നമ്മൾ സന്നദ്ധനാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു കബൂലാകട്ടെ. ഖാല ശൈഖുൽ ഇമാം അൽ ആലിമുൽ അല്ലാമ ഹുജ്ജത്തുൽ ഇസ്ലാം വബറകത്തുൽ അനാം അബൂ ഹാമിദ് മുഹമ്മദ് ബിൻ മുഹമ്മദ് ബിൻ അൽ-ഗസാലി തൂസിയു ഖദ്ദസല്ലാഹു റൂഹഹു വനവ്വറ ലരീഹഹു ആമീൻ. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. കുറേ ബഹുമാനപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ദ്വാരക്കുന്നുണ്ട്, ഓരോ വിശേഷണങ്ങളൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം ഇത് പെട്ടെന്ന് പറഞ്ഞു പോവാണ്. ചിലത് ഓരോന്നിൻ്റെയും അർത്ഥങ്ങൾ വേണ്ടവർക്ക് പേഴ്സണലായിട്ടൊക്കെ ചോദിക്കാട്ടോ. അൽഹംദുലില്ലാഹി ഹഖ്ഖ ഹംദിഹി, യഥാർത്ഥമായ ഹംദ് അള്ളാഹുവിന് സ്ഥിരമായതാണ്. വസ്സലാത്തു വസ്സലാമു അലാ ഖൈരി ഖൽഖിഹി, അള്ളാഹുവിൻ്റെ രക്ഷയും ഗുണവും സൃഷ്ടികളിൽ ഉത്തമരുടെ മേലിൽ ഉണ്ടാവട്ടെ. അഥവാ മുഹമ്മദിർ റസൂലിഹി വ അബ്ദിഹി, അവൻ്റെ അടിമയും ദൂതനുമായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ, വഅലാ ആലിഹി വസഹ്ബിഹി മിൻ ബഅദ്, അവർക്ക് ശേഷമുള്ള അസ്ഹാബ് ആല് അവർക്കും ഉണ്ടാകട്ടെ. മുത്തുനബിക്ക് ശേഷമുള്ള അനുയായികൾ, അതുപോലെ മുത്തുനബിയുടെ കുടുംബക്കാർ, ഇവർക്കൊക്കെ അള്ളാഹുവിൻ്റെ രക്ഷയും ഗുണവും ഉണ്ടാവട്ടെ എന്നർത്ഥം. അമ്മാ ബഅദ് ഫഅലം അയ്യുഹൽ ഹദീസുൽ മുഖ്ബിലു അലാ ഇക്തിബാസിൽ ഇൽമി അൽ-മുദ്ഹിറു മിൻ നഫ്സിഹി സിദ്ഖർ റഅബത്തി വഫറത്തത് തഅത്തുശി ഇലൈഹി. ഫഅലം അയ്യുഹൽ ഹദീസുൽ മുഖ്ബിലു അലാ ഇക്തിബാസിൽ ഇൽമി, ഇൽമ സമ്പാദിക്കാൻ അത്യാഗ്രഹം പുലർത്തി അതിൽ മുന്നിട്ടിറങ്ങുന്ന അത്യാഗ്രഹിയെ എന്ന് പറഞ്ഞാൽ തഅലീമെ, വിദ്യാർത്ഥിനിയെ, അൽ-മുദ്ഹിറു മിൻ നഫ്സിഹി സിദ്ഖർ റഅബത്തി, സ്വന്തമായിട്ട് സത്യസന്ധമായ ആഗ്രഹം പ്രകടിപ്പിച്ചവനെ, വഫറത്തത് തഅത്തുശി ഇലൈഹി, അതിലേക്കുള്ള അതിയായ ആഗ്രഹം കാണിച്ചവനെ, ദാഹം കാണിച്ചവനെ. അന്നക ഇൻ കുന്ത തഖ്സിദു ബിൽ ഇൽമി, നീ ഇൽമു കൊണ്ട് ഉദ്ദേശിച്ചത് അൽ മുനാഫസത, നീ ഒരു ഇൽമുള്ള ആളാണെന്ന് അറിയലാണെങ്കിൽ, ഒരു മുബാഹാത്ത, വലിയ മഹത്വം ഉള്ളവനാണെന്ന് അറിയലാണെങ്കിൽ, അങ്ങനെ കാണിക്കലാണെങ്കിൽ, വത്തഖദ്ദുമ അലൽ ഖുർആൻ, സമകാലികരിൽ മുൻപന്തിയിൽ നിൽക്കുന്നവനാണ് എന്ന് അറിയിക്കലാണെങ്കിൽ, ഇസ്തിമാലത്ത വുജൂഹിന്നാസി ഇലൈക, നിന്നിലേക്ക് ജനങ്ങളിങ്ങനെ വന്നുപോയിക്കൊണ്ടിരിക്കണം, ജനങ്ങളെ ആകർഷിക്കുന്നവനാവണം, അതിനാണ് ഇൽമു പഠിക്കുന്നത് എന്ന ലക്ഷ്യമാണെങ്കിൽ, വജം അഹ്താമി ദുനിയ, ദുനിയാവിൻ്റെ ചരക്കുകളും ദുനിയാവിൻ്റെ എല്ലാ കാര്യങ്ങളും നീ ഒരുമിച്ച് കൂട്ടലാണ് നിൻ്റെ അറിവ് കൊണ്ട് ഉദ്ദേശമെങ്കിൽ, ഫഅൻത സാഇൻ ഫി ഹദ്മി ദീനിക, നിന്റെ ദീനിനെ പൊളിക്കുന്നതിൽ നീ പരിശ്രമിക്കുന്നവനും, വ ഇഹ്ലാഖി നഫ്സിക, നിന്റെ ശരീരത്തിനെ നശിപ്പിക്കുന്നതിൽ പരിശ്രമിക്കുന്നവനുമാകുന്നു. മാത്രവുമല്ല, വബൈഇ ആഖിറതിക ബിദുനിയാക, ദുനിയാവിനെ കൊടുത്ത് ആഖിറത്തിനെ കൊടുത്ത് ദുനിയാവിനെ വാങ്ങുന്നവനുമാകുന്നു. അപ്പോൾ സഫ്ഖതുക ഖാസിറത്തുൻ, നിന്റെ ഇടപാട് തന്നെ നഷ്ടത്തിലാകും. വതിജാറത്തുക ബാഇറത്തുൻ, നിന്റെ കച്ചവടം നഷ്ടത്തിലാകും. മാത്രവുമല്ല, വമുഅല്ലിമുക മുഈനുൻ ലക അലാ ഇസ്യാനിക, നിന്റെ അധ്യാപകൻ നിന്നെ തെറ്റിന് സഹായിച്ചവനാകും. വശരീകുൻ ലക ഫീ ഖുസ്റാനിക, നിന്നോടൊപ്പം പരാജയത്തിൽ അവനും പങ്കാളിയാകും. അപ്പോൾ ആ മുഅല്ലിമ വഹുവ കബാഇ സൈഫിൻ മിൻ ഖാതി ത്വരീഖിൻ, വൈക്കൊള്ളക്കാരൻ്റെ വാള് കൊടുത്തവനെ പോലെയാണ്. കമാ ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങൾ പറഞ്ഞ പോലെ, മൻ അഅന അലാ മഅസിയത്തിൻ വലൗ ബിശത്രി കലിമത്തിൻ കാന ശരീകൻ ലഹു
ഒരാളൊരു തെറ്റിന് സഹായിച്ചാൽ അത് ചെറിയൊരു വാക്കിൻ്റെ ചെറിയൊരു ഭാഗം കൊണ്ടാണെങ്കിലും ശരി, അവൻ ആ തെറ്റിൽ പങ്കാളിയാണ്. അതിന് ഷറഹിൽ കാണുന്നുണ്ട്, ഒരു കൊലയാളിയോട് ഉക്തുൽ, നീ കൊല്ല് എന്ന് പറയുന്നിടത്ത് ഉഖ് എന്നുള്ള ആ ഹർഫ് പോലും അവന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനും ആ കുറ്റത്തിൽ പങ്കാളിയാണെന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇൽമ കൊണ്ടുള്ള ഉദ്ദേശം നല്ലതാവണം. ആ ഇൽമ കൊണ്ടുള്ള ഉദ്ദേശം എന്താവണം എന്നുള്ളത് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പ്രതിപാദിക്കാം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. എല്ലാവിധ സന്തോഷങ്ങളും നിങ്ങൾക്ക് നേരുന്നു. നല്ല പോലെ പഠിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.